ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നാ നടന്നതെന്ന് അറിയാവോ? ഫ്രഞ്ച് റവല്യൂഷൻ 1789. അതെ അതെ, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ വർഷം ഏതാണെന്ന് അറിയാവോ? സെക്കൻഡ് വേൾഡ് വാർ 1939. അതെ അതെ, കറക്റ്റ് ആൻസർ. നിന്റെ അപ്പന്റെ അമ്മയുടെ ബർത്ത്ഡേ എന്നാണെന്നറിയോ? ഇല്ല, അത് അറിഞ്ഞൂടാ. വെഡിങ് ആനിവേഴ്സറി എന്നാണെന്നറിയോ? ഇല്ല, അത് അറിഞ്ഞൂടാ. ആദ്യം അതൊക്കെ പഠിക്കുക, ഫ്രഞ്ച് റവല്യൂഷൻ വേൾഡ് വാറൊക്കെ പിന്നെ പഠിച്ചാൽ മതി. നമ്മുടെ അപ്പനമ്മയുടെ ബർത്ത്ഡേ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ നന്നായിട്ട് നോക്കണം കേട്ടാ. കാരണം അവസാനം ഉണ്ടല്ലോ നമ്മുടെ ഈ അപ്പനും അമ്മയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ. ഞാൻ കണ്ട ഏറ്റവും വലിയ വിശുദ്ധര് എൻ്റെ അപ്പയും അമ്മയാണ്. ഇനി നന്ദി പറയേണ്ടത് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും പെങ്ങൾക്കുമാണ്. എൻ്റെ അപ്പ ഒത്തിരി സ്വപ്നം കണ്ട ഒരു ദിവസമാണെന്ന്. ഇന്ന് അപ്പ സ്വർഗത്തിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ക്യാൻസറിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് അപ്പയ്ക്ക് അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞാനെങ്ങാനും സെമിനാരിൽ നിന്ന് തിരിച്ചു വരുമോ എന്നുള്ളതായിരുന്നു പേടി. അവസാന നാളുകളിൽ അപ്പയുടെ സൗണ്ട് ചെറുതായിട്ട് പോയി തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെന്ന സമയത്ത് അപ്പോൾ വളരെ സ്ട്രെസ് എടുത്തിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മോനെ, അപ്പയുടെ സൗണ്ട് പോയാലും കുഴപ്പമില്ല, നിനക്ക് ശബ്ദം ഉണ്ടല്ലോ, നിനക്ക് സൗണ്ട് ഉണ്ടല്ലോ, നീ ഈശോയെ പ്രഘോഷിക്കണം. അപ്പം ഇന്ന് ഈ ദിവസത്തിൽ ഒരു ഒറ്റ ഉറപ്പ് മാത്രമേ തരാനുള്ളൂ, എൻ്റെ ശബ്ദമുള്ളിടത്തോളം കാലം ഞാൻ ഈശോയെ പ്രഘോഷിക്കും. ഇനി എൻ്റെ അമ്മച്ചിയാണ്, സ്നേഹത്തോടെ ഞാൻ ബീനാച്ചി എന്നാണ് വിളിക്കാറ്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലും ഒക്കെ അമ്മ പോയിട്ടുണ്ട്. എല്ലാറ്റിനെയും ഉണ്ടല്ലോ ചിരിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി പ്രാർത്ഥനയിലൂടെ നേരിട്ട ആളാണ് എൻ്റെ അമ്മച്ചി. എന്തിനും പ്രത്യാശയോടെ കണ്ടാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നൊക്കെ കാണിച്ചത് എൻ്റെ അമ്മച്ചിയാണ്, എൻ്റെ മാതൃക അമ്മച്ചി തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അന്ന് എടുക്കുന്നൊരു പ്രതിജ്ഞ ഉണ്ടല്ല, ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലൊക്കെ അവസാനം വരെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ 100% എൻ്റെ മുമ്പിൽ സാക്ഷ്യമായിട്ട് ജീവിച്ച് കാണിച്ചെന്ന ആളാണ് എൻ്റെ അമ്മച്ചി. ജീവിതത്തിലിടക്ക് തളർന്നു പോകുമ്പോഴത്തേക്കും മോട്ടിവേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പുസ്തകങ്ങളൊന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. എൻ്റെ അമ്മച്ചി എനിക്കൊന്ന് മനസ്സിരുത്തി ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. എൻ്റെ അമ്മയ്ക്ക് ചക്കരൂമ്മ. അന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് എനിക്കൊരു അനിയത്തിയെ തന്നോട്ടാ, എനിക്കൊരു അനിയത്തിയെ തന്നെ. ആ പ്രാർത്ഥന ഇത്തിരി സ്ട്രോങ് ആയിപ്പോയെന്ന് തോന്നുന്നുണ്ട്. സ്ട്രോങ് ആയിപ്പോയതുകൊണ്ടായിരിക്കും എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പെങ്ങളെ ദൈവം സമ്മാനമായിട്ട് തന്ന്. ടിനിമോൾ എനിക്ക് ഒരു അനിയത്തി മാത്രമല്ല, ഇടയ്ക്ക് എന്നെ വഴക്ക് പറയുന്ന, എന്നെ ശാസിക്കുന്ന എൻ്റെ ചേട്ടനും ചേച്ചിയും ഒക്കെ ആകാറുണ്ട്. അപ്പോൾ അന്ന് ആശുപത്രി കിടക്കുന്ന സമയത്തൊക്കെ അവൾ ഒറ്റയ്ക്ക് ഒത്തിരി ഓടിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഓട്ടം തുടരാമെന്ന് എനിക്കറിയാം. നിൻ്റെ ആവശ്യമുള്ള സമയത്തൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല, ഇനി പറ്റുമെന്നും തോന്നണില്ല. നീ ഒരിക്കലും അതിൻ്റെ സങ്കടമൊന്നും പറഞ്ഞിട്ടില്ല, പരിഭവവും പ്രകടിപ്പിച്ചിട്ടില്ല. മോളെ, ചേട്ടയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും എന്ന ഉറപ്പ് മാത്രം ഇന്ന് തരികയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കട്ടെ. ഒത്തിരി ദൂരം താണ്ടിയാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയാം. ഇന്നലെ കുറേ പേര് യാത്ര തുടർന്നായിരുന്നു. ഇന്ന് രാവിലെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിയതിന്, ഞങ്ങളുടെ കപ്പൂച്ചൻ സഹോദരനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന്, ഇവിടെ വന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്, ഇന്ന് എന്നെ അനുഗ്രഹിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറയാണ്. ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല എന്ന ക്ഷമാപണത്തോടു കൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി.